ആദർശ് നയനക്ക് പൈസ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നീ പോയിട്ട് ഓഫീസിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചുരിദാറൊക്കെ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. നയന പറയാണ്, എനിക്കിതൊക്കെ മതി ആദർശ് ഇട്ടാ, ഈ സാരിയൊക്കെ തന്നെയാണ് എനിക്കിഷ്ടമെന്ന് പറയാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുക്കണം, കുറച്ച് അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ വേണം ധരിച്ച് വരാനായിട്ട്, കുറച്ച് പാൻറ്റും ടോപ്പും ഒക്കെ എടുത്തെന്ന് പറയുമ്പോഴേക്കും നയന ചോദിക്കുകയാണ്, എന്താ ആദർശത്തെ പറഞ്ഞത്, പാൻറ്റും ടോപ്പും ഒക്കെയോ, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളത് എടുക്ക്, നീ പോയി വണ്ടിയിൽ നീ പോയി സെലക്ട് ചെയ്തോളൂ, ഞാൻ ഓഫീസിൽ നിന്ന് തിരികെ വരുമ്പോൾ നിന്നെ പിക്ക് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് ഓഫീസിലേക്ക് പോവാണ്. അങ്ങനെ ജോലിയെല്ലാം തീർത്തതിന് ശേഷം നയന വൈകുന്നേരം സമയമൊക്കെ ആകുമ്പോഴേക്കും അവൾ ഇങ്ങനെ ആ ഒരു മാളിലെ വലിയൊരു ഷോപ്പാണ് കേട്ടോ, ആ ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്നാൽ ഡ്രസ്സ് സെലക്ട് ചെയ്യാനൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഈ സമയത്തായിരിക്കും അങ്ങോട്ടേക്ക് ഒരു സെയിൽസ് ഗേൾ വരുന്നത് കേട്ടോ. സെയിൽസ് ഗേൾ വന്നിട്ട്, ഹായ് നയന, എന്നെ ഓർമ്മയുണ്ടെന്ന് ചോദിക്കുകയാണ്. ഓർമ്മയുണ്ട്, നീ എന്താ ഇപ്പം ഇവിടെയും ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഇവിടുത്തെ സെയിൽസ് ഗേൾ ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്ന് പറയാണ്. നീയോ എന്ന് ചോദിക്കുമ്പം എൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇത്ര നാൾ നീ എവിടെയായിരുന്നു സെയിൽസ് ഗേളിനോട് ചോദിക്കുമ്പം, അല്ല ഞാൻ കുറച്ചു കാലം പഠിക്കാനൊക്കെ ആയിട്ട് പോയിരുന്നു, അതുകൊണ്ട് ഇവിടുത്തെ ആരെയും ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല, നിൻ്റെ ഫേസ്ബുക്ക് ഒന്നും കണ്ടു കിട്ടിയില്ല, പിന്നെ ആരോട്ടധികം കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു, ഞാനിപ്പോൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്തെന്ന് പറയുന്നുണ്ട്. അല്ല നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പം, ഞാൻ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വന്നതാണെന്ന് പറയുന്നുണ്ട് നയന. അപ്പോഴേക്കും ആ സെയിൽസ് ഗേൾ പെണ്ണ് പറയുന്നുണ്ട്, അതിന് നയന, ഇതൊക്കെ വലിയ കോടീശ്വരന്മാർ കയറുന്ന കടകളാ, ഇവിടെയൊക്കെ ഭയങ്കര റേറ്റാ, എനിക്കിവിടെ നല്ല ശമ്പളത്തിന് ഞാൻ കയറിയിരിക്കുന്നത്, കാരണം ഇവിടെയൊക്കെ ഉണ്ടല്ലോ എയർ ഹോസ്റ്റേഴ്സിനെ പോലെ ഡ്രസ്സൊക്കെ ധരിച്ച് വേണം ഇവിടെ ജോലി ചെയ്യാനൊക്കെ വരാൻ വേണ്ടിയിട്ട് പോലും അത്രയ്ക്കും VIP മാത്രം ഇവിടെ വന്നെടുക്കാറ് ഈ കടയിൽ, അങ്ങനെ നമ്മൾ ചുളുവലയ്ക്കൊന്നും പൈസ കൊടുത്താൽ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നയന പറയുന്നുണ്ട്, അതിനൊക്കെ കൊടുക്കാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ടടി എന്ന് പറയാണ്. അപ്പോൾ ഇവർ സംസാരിക്കുന്ന കാര്യം നമ്മുടെ ആദർശ് ഓഫീസിൽ നിന്നും നയനെ പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അവിടേക്ക് വാതൊക്കെ ഇങ്ങനെ കേൾക്കാണ്. അപ്പോഴേക്ക് നിഷ പറയുന്നുണ്ട്, നയന ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാട്ടോ, നീ പൊങ്ങച്ചൊന്നും കാണിക്കണ്ട, എനിക്കറിയാം ആ വിഗ്രഹം ഉണ്ടാക്കി തന്നെയല്ലേ നീ ഇപ്പോഴും ജീവിക്കുന്നത്, നിന്റെ ഇപ്പോഴത്തെ ഒരു ലുക്ക് കണ്ടാൽ തന്നെ അറിയാം നീ ഏതോ ഒരു പാവപ്പെട്ട വീട്ടിലേക്ക് കെട്ടിച്ചയച്ചേക്കുന്നതെന്ന്. ഇപ്പം നീ ജോലിക്കൊന്നും പോകുന്നില്ല അല്ലെന്ന് ചോദിക്കുമ്പം ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നിന്റെ എവിടുന്ന് കാശുണ്ടാവാനാ, ഇവിടെ നീ എടുക്കാൻ പോകുന്ന ഒരു സാരിക്ക് തന്നെ ഏകദേശം ഒരു 70,000-80,000 രൂപ വില വരും, അതൊക്കെ നമ്മളെ കൊണ്ടൊന്നും അഫോർഡബിൾ ആവാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. നയന പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ഞാനിവിടുന്ന് സാരിയല്ല കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് എടുക്കാനാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. മോഡേണും ചുരിദാറൊക്കെ ആണെന്ന് ഉദ്ദേശിക്കുന്നത്, മോഡേൺ ടൈപ്പിലുള്ള ഓഫീസ് ടൈപ്പ് ഡ്രസ്സിനൊക്കെ ആണെങ്കിൽ ഇവിടെ നല്ല വിലയാണ്, എല്ലാം ഭയങ്കര കമ്പനി മോഡൽസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാണ്. അതിനുള്ള ക്യാഷൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ, നീ എന്താ നയന പറഞ്ഞ് മനസ്സിലാക്കാതെ സംസാരിക്കുന്നത്, എന്തായാലും ഇവിടെ ആ ടൈപ്പ് തുണിയൊന്നുമില്ല, നീ നേരം കളയുന്ന പൊയ്ക്കെന്ന് പറയാണ്. നയന ചോദിക്കുന്നുണ്ട്, പണ്ട് നമ്മൾ ഒരേ ക്ലാസ്സിലല്ലെങ്കിലും വേറെ വേറെ ഡിവിഷനായിരുന്നല്ലോ, അപ്പോഴും നമ്മൾ കാണുമ്പം മിണ്ടുമൊക്കെ ചെയ്യാമായിരുന്നല്ലോ, പിന്നെ നീ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്നെ തരംതാരത്തിൽ സംസാരിക്കുന്നതിനെ ചോദിക്കുമ്പം, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ സത്യാകാരൻ തന്നെയല്ലേ, ഞാനിപ്പോൾ ഈ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 4 മാസമായി, ഇവിടെ നിന്നൊരു കർച്ചീഫ് പോലും വാങ്ങിക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിന്നോടും പറഞ്ഞത്, അത്രയ്ക്കുള്ള അഹങ്കാരമൊക്കെ വേണോ നയന, ഒരു മാസം ഇത്രയും രൂപയ്ക്ക് ഡ്രസ്സ് എടുത്താൽ എവിടെ ചെന്ന് നിൽക്കാനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശം അങ്ങോട്ടേക്ക് വന്നിട്ട്, നയന അങ്ങനെ കാശിനകത്ത് കുടുംബത്തിലൊന്നും അല്ലെന്ന് പറയുമ്പോൾ നിഷ പറയുന്നുണ്ട്, പിന്നെ നയനെക്കുറിച്ച് എനിക്കറിയില്ലേ, അവളുടെ അച്ഛൻ ഗോവിന്ദേട്ടൻ എന്താ ജോലിയിൽ നിന്ന് നിങ്ങൾക്കറിയാവോ, അതും എനിക്കറിയാം, വെറും കളിമണ്ണ് കൊണ്ട് ഓരോ പ്രതിമ ഉണ്ടാക്കി വിൽക്കുന്ന ഇവരുടെ കയ്യിൽ എവിടുന്ന ഒരു മാസം ഇതുപോലത്തെ വലിയ ലക്ഷറി കടയിൽ കയറി സാധനമൊക്കെ മേടിക്കാൻ പറ്റുകയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ആദർശന് ദേഷ്യം വരുന്നുണ്ട്. എവിടെ നിങ്ങളുടെ മാനേജറെ വിളിക്കുകയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. സാർ എന്തുണ്ടെങ്കിലും എന്നോട് സംസാരിച്ചാൽ പോലെ, ഞാനല്ലേ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല, നിങ്ങൾക്ക് കസ്റ്റമറോട് എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അച്ഛനായാലും അമ്മയായാലും ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരോട് ബിഹേവ് ചെയ്യേണ്ട വിധം വേറെയാണ് എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മാനേജർ ഇറങ്ങി വന്നിട്ട്, എന്താ ഇവിടെ ഇഷ്യൂ എന്ന് ചോദിക്കുകയാണ്. നിഷ എന്താ ഇവിടെ ഇഷ്യൂ എന്ന് ചോദിക്കുമ്പം, അല്ല സാർ ഞാൻ പറയായിരുന്നു, ഇതെൻ്റെ പഴയ കാലത്തെ ഒരു സുഹൃത്താ, ഇവളുടെ അച്ഛനും ഇവളൊക്കെ വെറും കളിമണ്ണ് കൊണ്ട് പ്രതിമ ഉണ്ടാക്കി വിൽക്കുന്നവരാ, ഇവിടുത്തെ ഒരു ഡ്രസ്സ് പോലും ഇവർക്ക് അഫോർഡബിൾ ആവില്ല എന്ന് ഞാൻ പറഞ്ഞതാ, എന്നിട്ടും കേൾക്കാതെ സമയം കളഞ്ഞു ഇവിടെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. നിഷ നീ എന്തറിഞ്ഞു സംസാരിക്കുന്നത്, മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട്, സാർ എടുത്തോ, സാറിൻ്റെ മേടല്ലേ ഇത്, ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തോളാൻ പറയുന്നുണ്ട്. നിഷ നീ എന്താ കാണിക്കുന്നത്, ആരാണെങ്കിലും എന്താണെങ്കിലും കസ്റ്റമറിനോട് അതുപോലെ തന്നെ ബിഹേവ് ചെയ്തോണം, അല്ലെങ്കിൽ നിന്റെ ഇവിടുത്തെ ജോലി ഇതോടുകൂടി അവസാനിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നിഷ പറയാണ്, സോറി സാർ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് നോക്കിയിട്ട് സോറി എന്ന് പറയാണ്. ആദർശ് പറയുന്നുണ്ട്, എന്നോടല്ല നയനോട് സോറി പറയാന്ന് പറയാണ്. അയ്യോ ആദർശേട്ടാ അതൊന്നും വേണ്ടെന്ന് പറയുമ്പം നിഷ പറയാണ്, സോറി നയന എന്ന്.
ആദർശ് പറയുന്നുണ്ട്, തനിക്കെന്നെ മനസ്സിലായില്ലായിരിക്കും, മൂർത്തീസ് ജ്വല്ലറി എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, ഇവിടുത്തെ ഏറ്റവും വലിയ സ്വർണ്ണക്കടയില്ലെന്ന് ചോദിക്കുകയാണ്. അതെ, ആ സ്വർണ്ണക്കടയുടെ MD ആണ് ഞാൻ, അനന്തമൂർത്തിയുടെ കൊച്ചുമകനാണ് ഞാൻ, എൻ്റെ പേര് ആദർശ് എന്നാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ നയന അവൾ എൻ്റെ ഭാര്യയാണെന്ന് പറയുമ്പോഴേക്കും നിഷ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താ നയനെ കേൾക്കുന്നേ, സത്യമാണെന്ന് ചോദിക്കുമ്പം അതെ, നവേച്ചി ആ ആദർശിനെ വിവാഹം കഴിക്കാനിരുന്നത്, പക്ഷെ അപ്പം നവേച്ചി ആദർശത്തിൻ്റെ അനിയനെ വിവാഹം കഴിച്ചു, അതുകൊണ്ട് ഞാനാണ് ആദർശിനെ വിവാഹം കഴിച്ചതെന്നൊക്കെ പറയാണ്. ഇവിടുന്ന് കുറച്ച് നാൾ ഞാനിവിടെ ഇല്ലായിരുന്നു സാർ, അതുകൊണ്ട് ഈ സംഭവങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു, സോറി. ഞാൻ പറഞ്ഞത് അന്നത്തെ ഒരു അവസ്ഥ വെച്ച് എനിക്ക് നയനയ്ക്കൊന്നും ഇവിടെ നിന്നും മേടിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയാണ്, ഞാനും ഒരുപാട് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് ഞാൻ പറയാം, തൻ്റെ കസ്റ്റമറായിട്ട് ഇവിടെ തൻ്റെ അച്ഛനോ അമ്മയോ സുഹൃത്തോ ഒരു എനിമി വന്നാൽ പോലും അവരെ സ്വീകരിക്കേണ്ടത് നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാർ വരുമ്പോൾ സ്വീകരിക്കേണ്ടത് പോലെയാണ് ഒരു കസ്റ്റമറെ പരിഗണിക്കേണ്ടത്. അവരുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്നല്ല, അവരെന്താണ് ആവശ്യപ്പെടുന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. ആദ്യം കസ്റ്റമേഴ്സിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പഠിക്കുക, എന്നിട്ട് താൻ ഇവിടെ ജോലി ചെയ്താൽ മതി, അതായിരിക്കും നല്ലതെന്ന് പറയുന്നുണ്ട്. സാർ പ്ലീസ് മാനേജറോട് അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ ഇവിടെ ഒരുപാട് പഠിത്തമുള്ള പിള്ളേരെയൊക്കെ ഇവിടെ ജോലിക്ക് എടുക്കുകയുള്ളൂ, അതുപോലെ തന്നെ ഇവിടെ ട്രെയിനിങ് ഒക്കെ തന്നിട്ടാ ഓരോ പെൺകുട്ടിയും സെയിൽസ് ഗേളായിട്ട് പോലും എടുക്കുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ജോലി കിട്ടിയത്, ഇതുപോലെ ശമ്പളത്തിന് ജോലി ഇവിടെ എങ്ങും കിട്ടത്തില്ല, അതുകൊണ്ടാണ് സോറി സാറെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, ഇവിടെയുള്ള ഏറ്റവും വില കൂടിയ ചുരിദാർ, മോഡേൺ ടൈപ്പിലുള്ള ഓഫീസ് ടൈപ്പിലുള്ള ചുരിദാർസും സാരീസും ഒക്കെ കാണിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ നയനയ്ക്ക് ഇഷ്ടപ്പെട്ട ചുരിദാറും സാരിയൊക്കെ എടുക്കാൻ കേട്ടോ, ഏകദേശം ഒരു 5 ലക്ഷം രൂപകളടുത്ത് ഡ്രസ്സുകളാണ് നയന അവിടെ നിന്ന് എടുക്കുന്നത്. നയന പറയുന്നുണ്ട്, ആദർശേട്ടാ ഇത് കുറച്ച് കൂടുതലല്ലേ, എനിക്ക് ഇത്രയൊന്നും വേണ്ട, ചെറിയ വേണ്ട സാരിയും ചുരിദാറൊക്കെ മതി, ഇത്ര വിലയുടെ നീ ഇട്ടിട്ട് കൂടിയില്ല എന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ നീ ഡ്രസ്സ് ചെയ്തുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഓരോരുത്തരും നിന്നെ ഇപ്പോഴും വില കുറച്ച് കാണുന്നത്. നമ്മളെപ്പോഴും നമ്മൾ ഡീസൻസി വിട്ട് പെരുമാറാൻ പാടില്ല, നമ്മളുടെ ഡ്രസ്സിങ് ആയിരിക്കും എപ്പോഴും ആളുകൾ നോട്ട് ചെയ്യുക, അതിലാണ് നമ്മൾ കുറഞ്ഞവരാണോ കൂടിയവരാണോ എന്നൊക്കെ എല്ലാവരും നോട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സാമ്പത്തികം ഇല്ലാത്തവരാണെങ്കിൽ പോലും നമ്മൾ ടിപ് ടോപ്പായിട്ട് ഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സമൂഹത്തിനിടയിൽ ഒരു പരിഗണന ലഭിക്കും, ആ പരിഗണന നമുക്ക് ആവശ്യമുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് വെച്ചായിരിക്കും ഓരോരുത്തർ നമ്മളെ വാല്യൂ ചെയ്യുന്നത് എന്നൊക്കെ ആദർശം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകാൻ നേരം നിഷ പറയുന്നുണ്ട്, സോറി നയന, എൻ്റെ ഭാഗത്ത് നിന്ന് അറിയാതുകൊണ്ട് തെറ്റാന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, നീ എന്നോട് പറഞ്ഞ സത്യമായ കാര്യം തന്നെയല്ലേ, പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത്, അതിലൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പം മറ്റൊരു സെയിൽസ് പെൺകുട്ടി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താടി വലിയ പ്രശ്നം നടന്നല്ലോ ചോദിക്കുമ്പം ഒന്നും പറയണ്ട, പണ്ട് എൻ്റെ കൂടെ കളിച്ച് നടന്ന പെണ്ണാ, അന്ന് കളിമണ്ണ് കൊണ്ട് പ്രതിമ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ നടന്നവളാ, ദാ ഇപ്പം കണ്ടില്ലേ കോടീശ്വര പുത്രനല്ലേ വിവാഹം കഴിച്ചിരിക്കുന്നത്, എന്ത് വേണം, ഇവളെപ്പോലൊക്കെ വേണം ലോട്ടറി അടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് രണ്ടു നിന്ന് കുശുമ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലുള്ള സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.